ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിതാ പപ്പായ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ പുളിശ്ശേരി എന്ന് പറയുന്നത് മോര് ഒഴിച്ചുണ്ടാക്കുന്ന കറിക്കാണ് കേട്ടോ. ചിലവർ മോര് കറി എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ നമ്മുടെ കണ്ണൂർ സൈഡിൽ ഇതിന് പുളിശ്ശേരി എന്നാണ് പറയാറ്. അതുപോലെ തന്നെ കപ്പക്കക്ക് നമ്മൾ പപ്പായക്ക് നമ്മൾ കപ്പക്ക എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഞാനിത് നല്ല അടിപൊളിയായിട്ടുള്ള കപ്പക്ക പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കപ്പക്ക പുളിശ്ശേരി ഉണ്ടാക്കുന്നതിനായിട്ട് കപ്പക്ക ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതുപോലെ 2 പീസാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് ഫുൾ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കപ്പക്ക എടുത്തിട്ട് ഞാൻ നന്നായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കണം. നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുകളൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. പുറത്തേക്ക് തൊലിയും അതുപോലെ തന്നെ അതിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കപ്പക്ക, അതായത് പപ്പായ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്തെ തൊലിയും അതുപോലെ തന്നെ ഉള്ളിലുള്ള ആ ഒരു കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. നമ്മൾ പുളിശ്ശേരിയുടെ കഷ്ണങ്ങൾ കുറച്ച് വലുതായാലും കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ ഞാൻ അത്യാവശ്യം ഒരു മീഡിയം സൈസിലാണ് കേട്ടോ എൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് പുളിശ്ശേരിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈസിലാണ് കേട്ടോ പുളിശ്ശേരിക്ക് വേണ്ടത്. പിന്നെ നന്നായിട്ട് ഇതൊന്ന് കഴുകി എടുക്കണം, കാരണം ഇതിന് അത്യാവശ്യം പാലുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ചിലവർക്ക് കൈക്കൊക്കെ അലർജി ആവും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, മുറിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ഇത് ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. കുക്കറിലാണ് ഈ കപ്പക്ക വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ട് ഞാനൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പക്കയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മെയിനായിട്ട് നമ്മുടെ പുളിശ്ശേരിയൊക്കെ മഞ്ഞ കളറിലാണ് ഉണ്ടാവാറ്, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. ഞാനിവിടെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു ഡാർക്ക് മഞ്ഞ കളർ ഇഷ്ടമല്ല, അപ്പോൾ ലൈറ്റ് ഒരു മുളക് പൊടിയുടെ കളറും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് എനിക്ക് പുളിശ്ശേരിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 3 വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ കൊണ്ടുതന്നെ കപ്പൊക്കെ നന്നായിട്ട് വെന്തുടങ്ങി വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ കഷ്ണമായിട്ട് മുറിച്ചത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഭാഗത്തിന് വെന്ത് കിട്ടും. അതിന് മുമ്പായിട്ട് നമുക്കതിന് വേണ്ട അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്താ, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പുളിശ്ശേരി എന്ന് പറയുമ്പോൾ തേങ്ങയാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ്. തേങ്ങ അത്യാവശ്യം നല്ലോണം എടുക്കണം. അതുപോലെ നമുക്ക് അധികം വിളയാത്ത തേങ്ങ ആയിരിക്കും ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കൊപ്പരയായിട്ടുള്ള തേങ്ങയൊന്നും എടുക്കാതിരിക്കും, അത് അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലെ വിളയാത്ത തേങ്ങ ആയിരിക്കും പുളിശ്ശേരിക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും, ഈ 4 സാധനം കൂടി നന്നായിട്ട് അരച്ചെടുക്കും. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങയും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് അരച്ച് വെച്ച് ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്താൽ, അതായത് നമ്മുടെ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് മോരാണെങ്കിൽ, നാടൻ മോരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്താൽ നല്ല പുളി ഉണ്ടാവുകൊണ്ട് 1-2 സ്പൂണൊക്കെ ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ പുളിശ്ശേരി ഉണ്ടാകുമ്പോൾ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇതിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കിയത്. അതിലേക്ക് നമ്മുടെ തൈരും കൂടി ചേർക്കുമ്പോൾ കുറച്ച് വെള്ളമായിട്ട് വരും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വരെ തൈര് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ചേർക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തൈര് ജസ്റ്റ് ഒന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുത്തി ഇളക്കാതെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പുളിശ്ശേരി പെട്ടെന്ന് പിരിഞ്ഞു പോകും. അതിനുശേഷം ഫൈനലായിട്ട് കുറച്ച് കടുകും വറ്റൽമുളകും ഉലുവയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതാണ് ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് തരുന്നത്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ടുള്ള പുളിശ്ശേരി റെഡി ആയിട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കപ്പക്ക, വെച്ചാൽ നമ്മൾ നാടൻ സാധനമാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്